ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡേ ഇൻ അവർ ലൈഫാണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസത്തിൽ ഒരു ഫുൾ ഡേ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യണമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ ഫ്രൈഡേയിൽ ഞങ്ങൾ ആ വീക്കെൻഡ് എങ്ങനെ സ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എണീറ്റ ഉടൻ തന്നെ ഈ മണി പ്ലാന്റിന് വന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും. അത് ഞാൻ ലാസ്റ്റ് വീഡിയോയിലും അത് നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. ലാസ്റ്റ് വീഡിയോ കാണാത്തവർ കാണണം. തേഴ്സ്ഡേ മോർണിംഗ് റുട്ടീൻ എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ മണി ഇപ്പോൾ 6:45 നേരമൊക്കെ വെളുത്ത് നല്ല തണുപ്പുണ്ട് പുറത്ത്. അതുപോലെ തന്നെ ഈ കൈംസ് ഉണ്ടല്ലോ, ഈ കൈംസ് ലാസ്റ്റ് ടൈം നാട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. 279 രൂപയായിരുന്നു. നമുക്ക് ആദ്യമായിട്ട് ഇനി ചായ ഇടാം. അതിന് വേണ്ടി പാലെടുക്കാൻ പോകാം. നമ്മൾ നാടൻ ഫ്രഷ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചായ ഇടാനായിട്ട് ഞാൻ അടുപ്പൊക്കെ ഓൺ ചെയ്തിട്ടിട്ടുണ്ട് ഓൾറെഡി. ഞാൻ ഡെയിലി ചായ ഒന്നും കുടിക്കില്ല, പക്ഷെ ഇന്ന് നല്ല തണുപ്പുണ്ട് പുറത്ത്. അതുകൊണ്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ട് ഞങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ വീടൊക്കെ ഇനി ക്ലീൻ ചെയ്ത് തുടച്ച ശേഷം നമുക്ക് ബാക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ നോക്കാം. അപ്പോൾ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വീടൊക്കെ തൂത്തുവാങ്ങി അടുത്തതിന് തുടച്ചിട്ട് വേണം ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ശ്രീകണ്ഠൻ സാറിൻ്റെ സൗണ്ട് കേൾക്കാം. ഞങ്ങളെപ്പോഴും ഒരു 24 ന്യൂസ് തന്നെ ആയിരിക്കും രാവിലെ മിക്കവാറും ഇടുന്നത്. 24 ന്യൂസൊക്കെ ഇട്ടിട്ടായിരിക്കും ജോലിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയം മാത്രമേ ന്യൂസ് കേൾക്കുള്ളൂ. അപ്പോൾ നമുക്ക് വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് കളഞ്ഞിട്ട് വരാം. വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞിട്ട് ജിമ്മ് വരെ പോയിട്ട് വരാം. ഞങ്ങൾ വേസ്റ്റ് ഇടുന്ന സ്ഥലം ഗാർബേജ് ഷൂട്ട് കാണിച്ചു തരാം. ഇങ്ങനെ തുറന്നു, ഇതാണ് ഞങ്ങൾ വേസ്റ്റ് ഇടുന്ന സ്ഥലം. ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നല്ല കാറ്റ് വരും. ഇതിവിടെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അടുത്തതായി ജിമ്മിലോട്ട് പോകും. ജിമ്മ് ഞങ്ങളുടെ അതേ ഫ്ലോറിൽ തന്നെയാണ്. നമ്മുടെ ഓപ്പോസിറ്റ്, ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ഓപ്പോസിറ്റാണ് ജിമ്മ്. മഹേഷേട്ടൻ രാവിലെ ജിമ്മിൽ പോയിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് ചെയ്യണമെന്ന്. ഇതാണ് ഞങ്ങളുടെ ജിമ്മ്. ഇതാണ് ഞങ്ങളുടെ ജിമ്മ്. ഇവിടെ ന്യൂസ് ചാനലാണ് ഓടുന്നത്. മഹേഷേട്ടൻ്റെ വർക്കൗട്ട് കാണാൻ കുറച്ച്. ഒട്ടും വയ്യ. ഞാൻ കോവിഡോട് അവസാനിപ്പിച്ചതാണ് ഈ ജിമ്മിൽ വരക്കം. ഇത് ഇവിടുത്തെ വാഷ്റൂമാണ്. ഇവിടെ ഒരു വാഷ്റൂമുണ്ട്. പിന്നെ വിശാലമായ നമുക്കിവിടെ വന്ന് യോഗ ചെയ്യാം, എക്സസൈസൊക്കെ ചെയ്യാം. ടേബിൾ ടെന്നീസ് കോർട്ട് പണ്ട് ഞങ്ങൾ വന്നിവിടെ കളിക്കുമായിരുന്നു.
ഇവിടെ ഹാൻഡ് സാനിറ്റൈസർ ഉണ്ട്, പിന്നെ വെറ്റ് വൈപ്സ് വെച്ചിട്ടുണ്ട്, പിന്നെ ഡസ്റ്റ്ബിൻ ഉണ്ട്, ത്രെഡ്മിൽ 2 ത്രെഡ്മില്ലും. പിന്നെ ഇതിൻ്റെ പേരൊന്നും അറിയാൻ വയ്യ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വെൺപൊങ്കലും ചട്നിയാണ്. ചട്നിക്ക് വേണ്ടി തേങ്ങയൊക്കെ ഞാൻ നേരത്തെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഉച്ചത്തെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഫിഷ് ഇന്ന് പ്രോൺസ് ആണ് കേട്ടോ, ഇന്ത്യൻ പ്രോൺസ്. അതൊന്ന് നമുക്ക് ചട്ടിയിൽ വെള്ളത്തിനകത്ത് ഇട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ പൊങ്കൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നാട്ടിലെ പ്രോൺസ് ആണ് കേട്ടോ, ലുലുന്ന് വാങ്ങിയതേ നാട്ടിലെ പ്രോൺസ് ആണ്. കിലോ 1500 രൂപ എങ്ങാണ്ടുണ്ട് നാട്ടിലെ പ്രോൺസിനാണ്ട്, വലുതാണ്. ഇത് ഞാൻ ഇങ്ങനെ തോടൊക്കെ എടുത്താണ് വാങ്ങിക്കൊണ്ട് വന്നത്. പക്ഷെ എന്നാലും നമ്മളിനി ക്ലീൻ ചെയ്യണം. ഇതിനകത്തുള്ള ആ കറുത്ത നൂല് പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അതൊന്നും അവരെടുക്കത്തില്ല. അപ്പോൾ ഇപ്പം ഞാൻ പ്രോൺസ് എല്ലാം എടുത്താണ്ട് പ്രോൺസൊക്കെ എടുത്ത് മുളകും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇഞ്ചി പൂണ്ട് പേസ്റ്റും ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും ഉപ്പും ഇട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉച്ചയ്ക്ക് ടൈം ആകുമ്പോൾ എടുത്ത് പൊരിച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇന്നലെ തന്നെ തേഴ്സ്ഡേ റുട്ടീൻ വീഡിയോയിൽ ഞാൻ തന്നെ ഈ സായിബാബ വാങ്ങിയ സ്ഥലത്തിനെ കുറിച്ച് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ മഹേഷ് ഏട്ടൻ പറഞ്ഞു തരും ഏത് സ്ഥലമാണെന്ന്. നാഗർകോവിൽ പൊറ്റടി. നമ്മൾ കന്യാകുമാരി പോണ വഴിക്കാണ്. അവിടെ ഒരു സായിബാബയുടെ അമ്പലം ഉണ്ട് കേട്ടോ. ആ അമ്പലത്തിൻ്റെ ആണ് ആ അമ്പലത്തിൻ്റെ അടുത്തൊരു ഷോപ്പുണ്ട്. അവിടെ നിന്നാണ് ഇത് വാങ്ങിയത്. അപ്പം നമ്മുടെ ഫ്രൈഡേ ബ്രേക്ക്ഫാസ്റ്റ് പൊങ്കലും ചട്നിയും. അപ്പോൾ ഇവിടെ മണി 11 ആയിട്ടുണ്ട്. മഹേഷ് ഏട്ടൻ എന്തോ ഓഫീസ് വർക്കിലാണ്. ഞാൻ ഇനി ഉച്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു മാങ്ങക്കറി ഉണ്ടാക്കും, പിന്നെ ബീൻസും ക്യാരറ്റും തോരൻ, പിന്നെ വെള്ളരിക്ക പുളിശ്ശേരിയും, പിന്നെ നമ്മൾ നേരത്തെ കണ്ടില്ലേ പ്രോൺസ് വെച്ചിട്ടൊരു മസാല കണക്ക് ഒന്നും ഉണ്ടാക്കും. അതിന് ഓൾറെഡി നേരത്തെ പുരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്, മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി അപ്പം കിച്ചണിലോട്ട് പോകും കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന മാങ്ങക്കറി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. വളരെ എളുപ്പമാണ്, ഞാൻ ഒട്ടും മെനക്കെടൂല. നമുക്ക് ആദ്യം മാങ്ങ അരിഞ്ഞിട്ട് ഇതൊന്ന് ഉപ്പിട്ട് വയ്ക്കാം. ഉപ്പ് കുറച്ച് നേരം എത്ര നേരം വേണമെങ്കിൽ നിങ്ങൾക്ക് വയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിപ്പോൾ ലാസ്റ്റ് തോരനുണ്ടാക്കുന്ന സമയമൊക്കെ ആകുമ്പോഴേ ഇതിലോട്ട് കടുക് വറുത്ത് ഒഴിക്കത്തുള്ളൂ. ഇതാദ്യം ഒന്ന് ഉപ്പിട്ട് കൂടിപ്പോൾ ഒരു 15 മിനിറ്റ് ഒരു 20 മിനിറ്റ് ഈ ഉപ്പ് ഒന്ന് മാങ്ങയിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇത് പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് വെള്ളരിക്ക, പിന്നെ 2 പച്ചമുളക് കീറിയത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ഇട്ട് വെള്ളരിക്ക വേവിച്ചെടുക്കാം ആദ്യം. അപ്പോൾ ഇനി അരപ്പാണ്. ഇത് അരപ്പ് തേങ്ങയും പച്ചമുളകും ജീരകം അരച്ചരപ്പാണ്. അതിട്ട് കൊടുത്തിട്ട് ഇനി അരപ്പ് വേഗം വരെ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നേരത്തെ ഉപ്പൊക്കെ ഇട്ട് വെച്ചിരുന്ന മാങ്ങ എടുത്തിട്ട് അതിലോട്ട് നമ്മൾ മുളക് പൊടി, ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് 2.25 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇത്രയും കൂടെ ഇട്ട ശേഷം നമുക്കിതിലോട്ട് കടുക് വറുത്ത് ഒഴിക്കാം. കടുക് വറുക്കാനായിട്ട് ഞാൻ കടുകും എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നല്ലെണ്ണ യൂസ് ചെയ്യാം. നല്ലെണ്ണ ഇല്ലാത്തതുകൊണ്ടാണ് വെളിച്ചെണ്ണ യൂസ് ചെയ്തത്. പിന്നെ 2 വറ്റൽമുളകും ഇട്ട് കടുകൊക്കെ പൊട്ടി കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മാങ്ങക്കറിയാണ്. ഇതല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ തന്നെ മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ വേണമെങ്കിൽ എണ്ണയിലിട്ട് ഒന്ന് ജസ്റ്റ്
ആ മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുത്താലും മതി. ഞാൻ എപ്പോഴും മിക്കവാറും ഈ രീതിക്കായിരിക്കും ചെയ്യുന്നത്, മറ്റു രീതിയിൽ ചെയ്യാറുണ്ട്. ഇത് പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് താളിച്ചൊഴിക്കുന്നത്, പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് താളിച്ചൊഴിക്കുന്നതാണ്. അത് കടുക് എണ്ണ ഒഴിച്ച് കടുകിട്ട് വറ്റൽമുളകിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും കൂടെ ഇട്ടൊന്ന് അടുപ്പത്തൊത്ത് ചൂടാക്കിയിട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. ഓൾറെഡി ഞാൻ പുളിശ്ശേരിയിൽ തൈരൊക്കെ അടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. തൈര് ഞാൻ നേരത്തെ 2-3 ദിവസം മുമ്പ് എടുത്ത് പുറത്ത് വെച്ച് പുളിപ്പിച്ച തൈരാണ്. ഓക്കെ, ഇത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അരപ്പിന് ഞാൻ ചേർത്ത് ആദ്യം ബീൻസും ക്യാരറ്റും വേവിച്ച് അതിനുശേഷം അതിൻ്റെ അരപ്പിന് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് അതിന് അരപ്പാക്കി ചേർത്ത്. അപ്പോൾ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോൺസ് റോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്നുമില്ല, ജസ്റ്റ് പ്രോൺസ് ഷാലോ ഫ്രൈ ചെയ്തിട്ട് അതേ എണ്ണയിൽ തന്നെ ഉള്ളിയും പച്ചമുളകും തക്കാളിയും ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ഇട്ട് വഴറ്റിയ ശേഷം അതിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇത്രയും കൂടെ ഇട്ട് വഴറ്റിയിട്ട് ഈ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പ്രോൺസും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് പുരട്ടിയെടുക്കും. അതത്രേ ഉള്ളൂ. പിന്നെ അതാ ഇവിടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറൊക്കെ വടിച്ചിട്ടിട്ടുണ്ട്. ഇനി വാഷിംഗ് മെഷീനിലോട്ട് തുണി എടുത്തിടണം. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് പോമഗ്രാനൈറ്റ് മാതളമാണ്, അതിനി കട്ട് ചെയ്ത് വയ്ക്കണം. ബാക്കിയുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാം ക്ലീനാക്കി. ഇനി ഈ ഒരു പാത്രം മാത്രമേ ഉള്ളൂ ക്ലീൻ ചെയ്യാനായിട്ട്. ഇപ്പോഴത്തെ ഉച്ചത്തെ നമ്മുടെ ലഞ്ച് ടൈം ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മണി 1:30 ആയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് മഹേഷ് ഏട്ടൻ നന്നായിട്ട് ഉറങ്ങി എഴുന്നേറ്റ്. ഓക്കെ, അപ്പം ലഞ്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പം നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞതാ മഹേഷ് ഏട്ടൻ ഇരുന്ന് മാതളം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ബ്രേക്ക്. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നൻപകൽ നേരത്ത് മയക്കത്തിന് ശേഷം നമ്മൾ ഇനി 3-3:30 ആകുമ്പം പുറത്ത് പോകുമല്ലേ. ഇനി കുറേ ജോലികളുണ്ട് പുറത്ത് പോയിട്ട്. അതുകൊണ്ടൊരു 3:30 ആകുമ്പോൾ നമ്മൾ പുറത്ത് പോകും. ഇനി അപ്പം കാണാം. ബൈ. അപ്പം നമ്മൾ പുറത്ത് പോകാൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളിനി ബാക്കിയുള്ള വീഡിയോസിൻ്റെയൊക്കെ എന്താണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് പോവുകയാണ്. ബൈ ബൈ. അപ്പോൾ ഇപ്പോൾ മണി 3:36 ആയിട്ടുണ്ട്. നമ്മളപ്പോൾ ഇനി അടുത്ത ആഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള ഷൂട്ട് ചെയ്യാനുള്ള ഒരു സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നങ്ങനെ ഒരുപാട് ജോലികളുണ്ട്. അതുപോലെ നാട്ടിൽ നിന്ന് കുറച്ച് സാധനമൊക്കെ അമ്മ കൊടുത്തു വിട്ടിട്ടുണ്ട്, അത് വാങ്ങാൻ പോകണം. അല്ലാതെ വീട്ടിലത്തേക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം. അപ്പോൾ പോയിട്ട് വരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കർസക്കാനിലോട്ട് പോവുകയാണ്. ഇതിൻ്റെ വീഡിയോ ഫുള്ളായിട്ടുള്ളത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഫുള്ളായിട്ട് സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അവർ ഓടുകയാണ്, കേസ് ഓടുകയാണ്. അപ്പോൾ നമ്മൾ വൈകിട്ടത്തെ കോഫി കുടിക്കാം. നമ്മളിപ്പം ബുസൈറ്റീനിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ട്, അത് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നു. നമ്മളിപ്പോഴുള്ളത് ടൂബ്ലിയിലുള്ള അൻവർ ഡിസ്കൗണ്ട് സെൻറ്ററിലാണ്. ഇവിടെ കുറച്ച് നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കണം വീട്ടിലത്തേക്കുള്ളത്. അപ്പോൾ നമ്മൾ ബുസൈറ്റീനിൽ പോയി സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. അത് എന്തൊക്കെ സാധനമാണെന്നുള്ളത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഈ അൻവർ ഡിസ്കൗണ്ട് സെൻറ്ററിൽ കുറച്ച് ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആണ് കേട്ടോ. അതും എന്തൊക്കെയാണെന്നുള്ളത് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഇല്ല, ഇപ്പം എടുത്തോ. ഇതാണ് എൻട്രൻസ്. നമ്മളിവിടെ നിന്ന് മേടിക്കുന്ന സാധനങ്ങൾ പിന്നെ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ അൻവർ ഡിസ്കൗണ്ട് സെൻറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തത് എമിറേറ്റ്സ് ഗിഫ്റ്റിൽ വന്നിട്ടുണ്ട്.
അവിടെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളെ വാങ്ങിയുള്ളൂ. ഞങ്ങൾക്ക് ഇച്ചിരി കോസ്റ്റ്ലി ആണെന്ന് തോന്നി. അപ്പോൾ ഇവിടെയും കൂടെ ഒന്ന് വന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അടുത്തത് ഇവിടോട്ട് വന്നു. ഈ ഷോപ്പിൻ്റെ വീഡിയോ ഓൾറെഡി വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എമിറേറ്റ്സ് ഗിഫ്റ്റ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ 10:30 ആയി കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ ജുഫെയർ മോളിലോട്ടാണ് വന്നത്. അവിടുത്തെ ലുലുന്ന് എന്തെങ്കിലും ഫുഡ് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിയിട്ട് ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. മണി 11:30 ആയി. അപ്പോൾ ഞങ്ങൾ ബോഡി വാഷൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ വന്നിരുന്നതേ ഉള്ളൂ. അപ്പോൾ സൈൻ ഓഫ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ വീക്കെൻഡ്സ് ഇപ്പം ഇത്രയൊന്നും ലേറ്റ് ആവില്ല. ഞങ്ങൾ ഒരു 9:30 ആകുമ്പോൾ മാക്സിമം 9:30 അത്രയ്ക്കും ആക്കൂല. ഞങ്ങൾ 9 മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങ് തിരിച്ചെത്തും. കാരണം ചേട്ടൻ അടുത്ത ദിവസം ജോലിക്ക് പോകണമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ നേരത്തെ വരും. പിന്നെ ഇന്ന് ഈ പ്രാവശ്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ആ കൂടെ 3 സ്ഥലത്ത് പോകാനാണ് പ്ലാൻ ചെയ്തത്. ഇവിടെയൊക്കെ കർസക്കാൻ, ബുസൈത്തീനും പിന്നെ അൽഅൻവർ ഡിസ്കൗണ്ട് സെൻറ്ററും. പക്ഷെ അവിടെ പോയി അൽഅൻവറിൽ പോയ ശേഷമാണ് നമുക്ക് അവിടെ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് സാധനങ്ങൾ കിട്ടിയില്ല. പിന്നെ നേരെ എമിറേറ്റ്സ് ഗിഫ്റ്റിൽ പോയി. അവിടെ നിന്ന് പിന്നെ നേരെ ജുഫെയർ മോളിൽ വന്ന് ഫുഡ് നമ്മൾ ഒരുപാട് ലേറ്റായി. ഞങ്ങൾ എമിറേറ്റ്സ് ഗിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 10:30 മണിയാവാറായി. പിന്നെ ലുലുവിൽ വന്നപ്പോൾ അവിടെ ഫുഡൊന്നുമില്ല. അതുപോലെ നമുക്ക് വേറെ ഒരു സാധനം ലുലുവിൽ വാങ്ങണമായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ അവിടുത്തെ ഫുഡ് കോർട്ടിൽ പോയപ്പോഴും അവിടെ ആ കൂടെ 3-4 കട മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് പൂരി ബാജിയൊക്കെ കഴിച്ചിട്ട് ആണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഈ വീഡിയോസൊക്കെ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എല്ലാം അപ്ലോഡ് ചെയ്യും കേട്ടോ. ഇതാണ് ഞങ്ങളെ വീക്കെൻഡ് വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Bye. Thanks for watching our video. Bye.